അപ്പു ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഈ സീസൺ പിന്നെ വരുന്നു എന്തോ ഒരു സാധനം മറ്റേ റെക്കോർഡിങ്ങിൻ്റെതാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന റൈവൽസ് ആണ്. പിന്നെ എൻ്റെ ഫേസ് റിവ്യൂ നമ്മൾ യൂട്യൂബിൽ നടത്തുന്നില്ല, നടത്തി എൻ്റെ അക്കൗണ്ട് ബാനാവും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലാണ് നടത്തുന്നത്. ഇൻസ്റ്റയിൽ എൻ്റെ പ്രൊഫൈൽ പോയി നോക്കിയാൽ മതി. എൻ്റെ ഇത് പേര് അപ്പൂസ് _ അഭിറാം _ അപ്പൂസ് _ അഭിറാം _ ഇതാണ് ഗൈസ് നമ്മുടെ ഇതിൻ്റെ പേര് ഇൻസ്റ്റയുടെ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ എൻ്റെ പ്രൊഫൈൽ കാണാം. അപ്പോൾ അതിലാണ് നമ്മൾ ഫേസ് റിവ്യൂവിൽ. ഗൈസ് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഓട്ടോ ഷൂട്ടിൻ്റെ കാര്യം പറയുന്നത്. ഗൈസ് അതെങ്ങനെ എടുക്കേണ്ടതെന്ന് മനസ്സിലായി. ഇത് സെറ്റിങ്സിനൊക്കെ ഇട്ട് ഇതല്ലേ ഗൈസ് നിങ്ങൾ പറയുന്നത് ഓട്ടോ ഷൂട്ട്. ഓട്ടോ ഷൂട്ട് ഇതേ ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്. കസ്റ്റം, ഡൈനാമിക്, ഡിസേബിൾ. എൻ്റെ ഇപ്പോൾ കിടക്കുന്ന ഡിസേബിൾ. പിന്നെ എയിം അസിസ്റ്റ് എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതും കസ്റ്റം ഉണ്ട്, ഡിസേബിൾഡ് ഉണ്ട്. എൻ്റെ ഡിസേബിൾഡ് ആണ് ഗൈസ്. ഇനി പറ പിന്നെ ഓട്ടോ ഷൂട്ടാണ്. നിങ്ങളെല്ലാവരെയും തെളിയിച്ച് കാണിച്ചില്ലേ ഗൈസ്? ഇനിയെങ്കിലും പറ ഗൈസ്. എല്ലാവരെയും തെളിയിച്ചു ഞാൻ ഓട്ടോ ഷൂട്ടല്ലെന്ന്. ഇനിയെങ്കിലും ഒന്ന് പറ ഗൈസ്, ഓട്ടോ ഷൂട്ടാണോ അല്ലയോ എന്ന്. മറ്റേ സുഷി എന്ന് പറയുന്ന എങ്ങാണ്ട് ഒരു ബ്രോഡാണ് നമ്മൾ കളിച്ചില്ലേ. പിന്നെ എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് ഒന്ന് കമൻ്റ് ഇട്ട് നമ്മൾ ഓട്ടോ ഷൂട്ടാണ്. എന്ത് ചെയ്യാനാണ്? പിന്നെ എല്ലാവരും ഓട്ടോ ഷൂട്ടെന്നാണ് പറയുന്നത്. നമ്മളെന്ത് ചെയ്യും? എൻ്റെ വീഡിയോ ക്യാൻസൽഡ്. നമുക്ക് ഇത് കളിക്കാം. 4v4 എല്ലാം കളിച്ചാൽ മതി. എനിക്ക് റൈവൽസ് ഇഷ്ടപ്പെട്ടു. നല്ല ഗെയിമല്ലേ, സൂപ്പർ ഗെയിം. നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ഷൂട്ടിൻ്റെ. അതിൻ്റെ അകത്ത് ഫേസ് റിവ്യൂവിൻ്റെ കാര്യം പറയാൻ മറന്നുപോയതാണ്, ക്ഷമിക്കണം. 1v1 വേണ്ട, നമുക്ക് മറ്റേ സാധനം കൺസ്ട്രക്ഷൻ 27 ലെവലുള്ളൂ. സാരമില്ല, സ്നൈപ്പർ എടുക്കാം. റിവോൾവർ, കട്ടാന, വാർഹോം. നമുക്ക് ഇച്ചിരി നെറ്റ് വിങ് ഉണ്ടേ. അവിടെയൊക്കെ ചാടാൻ പഠിച്ചിട്ട് വന്നു. ആഹാ, നമ്മൾ റിവോൾവർ എടുത്ത് ഗൈസ്. ഭയങ്കര ലാഗ് ആയതുകൊണ്ടാണ് ഗൈസ്. അല്ല ഇപ്പോൾ കാണിച്ചു കൊടുക്കാമായിരുന്നു. അവൻ അവിടെ കിടന്നാണെങ്കിൽ ഇന്ന് കാണിച്ചു കൊടുക്കും ഗൈസ്. ഐസ് കളിക്കാൻ അറിയത്തില്ല. എന്തിനാടാ കിടന്ന് കൊള്ളുന്നില്ല. കൊണ്ട് അയ്യോ. ഓക്കെ ഒരു 30 കൊടുത്താൽ ചാവുമായിരിക്കും. അയ്യോ ഒരു വെടി നമ്മളവനെ കളിയാക്കുമല്ലോ. എന്നെ കളിയായതാണ് നൈഫി കളിക്കുന്നത്. 27 ലെവൽ ആണെങ്കിലും അമ്മാതിരി കളിയാണല്ലോ ഗൈസ് കളിക്കുന്നത്. നമുക്ക് ലെവൽ വെച്ച് പുച്ഛിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നമുക്ക് നൈഫ് വെച്ച് കളിക്കാം. എൻ്റെ താഴെക്കൂടെ പോയിരുന്നു. അയ്യോ, നമുക്ക് ലാഗുണ്ട്. ഓക്കെ കൊല്ലല്ലേ. ഓക്കെ എടാ, നമ്മൾ ബേസ്റ്റ് റൈഫിൾ എടുക്കാൻ പോയി. ബേസ്റ്റ് റൈഫിൾ ഇവൻ നമ്മളെ ഇന്ന്. ഓക്കെ ഒന്ന് പതിയെ. എൻ്റെ അമ്മ എന്നെ കളിയാവശ്യം കളിക്കുന്നത്. നൂപെന്ന് വിളിച്ച് കളിയാക്കിയാണ് ഈ നമ്മളിവനെ. അയ്യോ
നമുക്ക് ഒട്ടും HP ഇല്ല. തോറ്റ്. ഈ ശിവനേതടി യൂസായി. അത് നമുക്ക് എടുക്കാൻ കഴിയും. നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം. നമ്മുടെ കയ്യിലും ഉണ്ടത്. ഇതല്ലേ ഇവൻ്റെ. ഇവന് എവിടാണ്? താഴെ. അയ്യോ ഗൈസ്, നമ്മൾ തോറ്റ്. ഗൈസ്, നൈഫ് വെച്ച് കളിക്കുന്നു ഗൈസ്. എനിക്കാണ് ഈ നൈഫ് ഇഷ്ടമില്ല. എങ്ങനെയെങ്കിലും കൊല്ലണം ഗൈസ്. ഇപ്പോഴാണല്ലോ അതൊക്കെ കാണിക്കുന്നത്. എനിക്ക് ലാഗായിട്ടും 2 റൗണ്ട് കഴിച്ചു ഗൈസ്. ഭയങ്കര ലാഗ് ഗൈസ്. കളിക്കാൻ പറ്റുന്നില്ല. ഒന്നും കളിക്കാൻ പറ്റുന്നില്ല. അയ്യോ ഇതിന് അസോൾട്ട് റൈഫിൽ എല്ലാം കൂടെ ഉണ്ടല്ലോ ഗൈസ്. നമ്മൾ തോറ്റ് ഗൈസ്. ഇവനൊക്കെ ഞാൻ 5 എല്ലാം കളിക്കാൻ പോകും. ലോഡാകട്ടെ ഗൈസ്. പണ്ടെൻ്റെ 40 മിനിറ്റേക്ക് ഇരുന്നതാണ് ഗൈസ്. അപ്പോൾ ആരും മറക്കല്ല, എൻ്റെ ഫേസ് റിവ്യൂവിൽ പോയി നോക്കണം ഗൈസ്. പ്രൊഫൈല് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാലും മതി. _അബിറ. നമുക്ക് ബിഗ്ഗറാണ്. ക്രോസ് റോഡ്സ് വേണ്ട എടാ. ഗൈസ്, ഇപ്പോൾ വരാതെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് പോസ് ചെയ്യുകയാണ്. നമ്മൾ വന്നിട്ടുണ്ട്. ഒരാൾ വിളിച്ചു ഗൈസ്. ഫോണിലല്ല, അല്ലാതെ വിളിച്ചു. ഒന്ന് നോക്കാൻ പോയതാണ്. അതുകൊണ്ടാണ് ഗൈസ്, ക്ഷമിക്കണം. മൈൻഡ് ചെയ്യണം. അല്ല പിന്നെ ഞാൻ സ്നൈപ്പർ സ്കോപ്പിട്ടടിച്ച പ്രോയാ. എവിടുന്നാടാ അടി വരുന്നത്? നമ്മൾ സ്കോപ്പിട്ടടിച്ചാൽ നമ്മൾ സീനാണ്. ഇവിടെ ഒന്ന് വെക്കടാ. ഇവൻ നൂബാണല്ലോ. നമ്മുടെ ടീമിൽ 2 പേരും, അപ്പുറത്തെ ടീമിൽ ഒരാളും. ആ 17 ലെവലുള്ളതാണ് ഈ നമ്മളെ കൊന്ന്. എനിക്കത് പറയാൻ പറ്റത്തില്ല. നേരത്തെ 27 ലെവലുള്ളവൻ തന്നെ അടിച്ചിട്ട്. ഇവിടെ എന്നാണ് ഈ കളി? പക്ഷെ അതെനിക്കറിയാം, ഇത് ഓട്ടോ ഷൂട്ടാണ് അല്ലേ? എനിക്കറിയാം. അപ്പുറത്തെ നമുക്ക് അമ്പാണ് കേസ്. അമ്പും ബില്ലുമാണ്. 4v5 ആണ് കേസ്. നമ്മൾ 5 പേരും അവർ 4 പേരേ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്നൈപ്പറിൽ പോയാണ്. ഓക്കെ, 50 കൊടുത്തു. എടാ കാണാൻ വയ്ക്കുന്നൊരുത്തൻ. അവനെ ചാകലടാ. കഷ്ടമുണ്ട്. അസിസ്റ്റാണ് ആണ്ടടുത്ത. അവനാണ് നമ്മളെ അടിച്ചോണ്ടിരുന്നത്. അവനെ നമുക്ക് കൊല്ലാം. അവനെ കൊല്ലണം. നമ്മൾ ജയിച്ച്. നമ്മൾ തോറ്റെന്ന് ചോദിച്ചു. അവളോ മറ്റേവനെ അടിച്ചിട്ടായിരുന്നു. പക്ഷെ എന്നെ അടിച്ചില്ലെന്ന കാര്യം മറന്നുപോയി. പ്ലേ ഡ്യൂൽസ് 5, എലിമിനേഷൻ 10, പിന്നെ ഡ്യൂൽ 1. ഓക്കെ, ചാട്. പറ്റുന്നുമില്ല. താണ്ടെ. ഓക്കെ, നമ്മളിച്ചിരി സീനാണ്. താണ്ടെ. ഓക്കെ, നമ്മളിങ്ങനെ നോക്കണം.
ആണ്ടാ ഓനോടിയൊക്കെ വേണം എടാ വെക്കടാ ഒരാളും കൂടെ ഉള്ളു. അവൻ അവിടെ പോയി കിടക്കും. പേടിച്ചു പോയി. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവൻ ചുമ്മാ ഇരുന്ന് വീഡിയോ വെക്കുന്നു. ഇവനല്ലേ എവിടെടാ? നമ്മളും അങ്ങ് എടുക്കും. സിഗ്നലാണ് ഗൈസ് ഞങ്ങളുടെ. ഇപ്പോൾ 4v4 ആണേ. ഞങ്ങളുടെ ടീമിൽ ഒരാൾ ബാക്ക് അടിച്ചു. 3 മുട്ട ഗൈസ്. മുട്ട ഡൈനോസർ മുട്ട. ആ മുട്ട ബിയോ അതന്നെ ബി 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 അവിടെ റെഡ് ഷോട്ട് മുട്ട തോപ്പിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ ആഗ്രഹം നടക്കത്തില്ല. ജയിച്ച് 4 മുട്ട. 4 മുട്ട. ഈ കളി എങ്ങനെയെങ്കിലും ജയിക്കും. 5 മുട്ട അങ്ങനെ ആക്കും നമ്മൾ. 5 മുട്ട ആക്കണം. 5 മുട്ട ആക്കണം. അതുകൊണ്ട് എവിടെ ആൾക്കാരെ കാണുന്നില്ലല്ലോ. ആരെയും കാണുന്നില്ല അന്നേരം. എന്റെ സ്ഥലത്ത് നമ്മളല്ല വന്നേ. അവനാണ് ഓട്ടോ ഷൂട്ടാണ് ചാടുന്നത്. ഇല്ല പിന്നെ നമ്മളും തീയാണ്. ടമ്മല്ല തീ വെറും തീ. അവിടെ ആരാ? ഓക്കെ പറ്റില്ല. തോറ്റ്. 5 മുട്ട എന്നുള്ള സ്വപ്നം പറ്റത്തില്ല. എന്താണ് ഇങ്ങനെ? 5 മുട്ട തോറ്റിട്ട് എന്ത് ചെയ്യാനാണ്? നമുക്ക് ചാടി വിടുക്കാം. ഇങ്ങനെ ഇരിക്കാം. അവന്മാരെന്ത് തോണ്ടൊരുത്തം അല്ല എന്നെ നമ്മൾ ചെയ്യുന്നത്. തോണ്ടൊരുത്തം 50 ഫ്രണ്ടിലോട്ട് പാടാം. അവനെങ്ങോട്ട് പോയി? ഓക്കെ ജയിച്ചു 5-1. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്കിൽ നോക്കാൻ മറക്കരുത്. appus_abraham_. എല്ലാവരും ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.